ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മലബാറിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് ക്യാരറ്റ് പോള. ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റായിട്ടുള്ള രുചികരമായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇവയാണ്. നമുക്കൊരു 3 ക്യാരറ്റ് വേണം. അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഒരു കുക്കറിൽ 2-3 വിസിലിനോ വേവിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ സാധാരണ പോലെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 മുട്ട ആവശ്യമാണ്. പിന്നെ ഞാനിവിടെ 3 ടീസ്പൂൺ മൈദയും 1 ടീസ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൈദ ഒഴിവാക്കി പകരം 4 ടീസ്പൂൺ പാൽപ്പൊടി വേണമെങ്കിൽ എടുക്കാം. അതേപോലെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചെടുക്കാം. പിന്നെ നമുക്കൊരു 5-6 ഏലക്ക പൊടിച്ചെടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് വേണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ കുറച്ച് നട്ട്സ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് റേസിൻസും കുറച്ച് ബദാമും എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം, കാഷ്യൂ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യാണ്. അതൊരു 1-2 ടീസ്പൂണൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്യാരറ്റ് പോളയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്യാരറ്റ് പോള തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പല രീതിയിൽ ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചുമൊക്കെ ഈ ക്യാരറ്റ് പോള തയ്യാറാക്കി എടുക്കാറുണ്ട്. ഞാൻ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേർഷനാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഇത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിഡ് ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പഞ്ചസാരയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായി ബ്ലെൻഡ് ചെയ്ത ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഏലക്ക പൊടിച്ചതും ഉപ്പും അതുപോലെ മൈദയും പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാനോ അല്ലെങ്കിൽ ദോശക്കല്ലോ ഒന്ന് സ്റ്റൗവിൽ വെച്ച് ചെറുതായിട്ട് ചൂടാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ല ചൂട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ അതിന് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ നമുക്കിങ്ങനെ ഒരു കട്ടിയുള്ള ഒരു ബേസ് നമുക്ക് ആദ്യം ചൂടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ക്യാരറ്റ് പോള തയ്യാറാക്കുന്ന സോസ് പാൻ നന്നായിട്ട് നെയ്യ് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക. കുറച്ചുകൂടി ചെറിയ സോസ് പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലല്ലേ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഒരു വീതിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ചെറിയ സോസ് പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് നന്നായിട്ട് നെയ്യൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് വെച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായി ടാപ്പ് ചെയ്ത് ലെവൽ ചെയ്യാം. അതിനുശേഷം അടച്ചു വെച്ച് നമുക്ക് ചെറുതീയിൽ ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറക്കാം. അപ്പോൾ ഇത് ഏകദേശം കുറച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ റേസിൻസും ബദാമും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ ഇടുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇടുവാണെങ്കിൽ ഇത് താഴേക്ക് ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് വീണ്ടും ചെറുതീയിൽ തന്നെ അടച്ചു വെച്ച് 5-6 മിനിറ്റും കൂടി ഇത് വേവിച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും നമ്മുടെ ക്യാരറ്റ് പോള റെഡി ആയതിൻ്റെ. അപ്പോൾ അങ്ങനെ സ്മെല്ല് വന്ന് നന്നായി കുക്കായി നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതിപ്പോൾ തന്നെ റെഡിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് 1 മിനിറ്റ് കൂടി മറ്റേ സൈഡിൽ കൂടി നിങ്ങൾക്കൊന്ന് മൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ നമ്മുടെ മലബാർ സ്നാക്കായിട്ടുള്ള ക്യാരറ്റ് പോള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.